കേരളത്തിൽ SIR നടപടി നിർത്തിവെക്കണമെന്ന മുസ്ലിം ലീഗും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ ഹർജി ഇന്ന് പരാമർശിക്കുകയും ചെയ്യും. മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയായിട്ടാണ് SIR നടപ്പിലാക്കുന്നതെന്നാണ് ഹാരിസ് ബീരാൻ MP പറയുന്നത്. BLOമാർ മനുഷ്യരാണ് എന്നത് പരിഗണിക്കണമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. 6 മാസം മുതൽ 1 വർഷം കൊണ്ട് ചെയ്യേണ്ട ജോലിയാണ് 1 മാസത്തിനുള്ളിൽ തീർക്കേണ്ടി വരുന്നത്. വോട്ടർമാരെയും BLOമാരെയും SIR പരിഭ്രാന്തരാക്കുന്നതായും ഹാരിസ് ബീരാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേരളത്തിലെ SIR പൂർണ്ണമായി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ഹർജി മെൻഷൻ ചെയ്യുകയാണ്. കോൺഗ്രസും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ള ഹർജിക്കാർ അവരുടെ ആവശ്യം ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുവരെ, അത് തീരുന്നതുവരെ ഈ SIR നിർത്തിവെക്കണമെന്നാണ്. പക്ഷേ സുപ്രീം കോടതി പൂർണ്ണമായും നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഹാജരാകുന്നത് അഭിഭാഷകൻ കൂടിയായ MP ഹാരിസ് ബീരാനാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് മുസ്ലിം ലീഗ് എടുക്കുന്നത്? 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഇതിപ്പോൾ തീവ്ര വോട്ടർ പരിഷ്കരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കേരളത്തിൽ ജനുവരി 2025 ഒരു വോട്ടർ പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതാണ്. അവ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനും അതേപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനുമുള്ള വോട്ടർ പട്ടികയിൽ ഉണ്ടാകാവുന്ന എല്ലാ മാറ്റങ്ങളും വരുത്തിയിട്ടാണ് 2025 ജനുവരിയിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 8 മാസത്തിന് ശേഷം ഒരു തീവ്ര പരിഷ്കരണം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് അത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇനിയിപ്പോൾ അത് കൊണ്ടുവരികയാണെങ്കിൽ പോലും ഈ പറയുന്ന 1 മാസത്തിനുള്ളിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആർക്കും വോട്ടില്ലാത്തൊരവസ്ഥയാണ്. ഇനി എല്ലാവരും രണ്ടാമത് വോട്ടർ പട്ടികയിൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു വോട്ടർ പട്ടികയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ 1 മാസ കാലയളവിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? 3 പ്രാവശ്യം ഒരു ബൂത്ത് ലെവൽ ഓഫീസർ BLOക്ക് വീടുകളിൽ കയറി ഇറങ്ങുക, ഓരോരുത്തരുടെ ഫോമുകൾ പൂരിപ്പിച്ച് തിരിച്ചു മേടിക്കുക. ഇതെല്ലാം നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ എങ്ങനെ പുറത്താക്കണം എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ് ഈ സമഗ്ര വോട്ടർ പരിഷ്കരണം നടത്തുന്നത്, ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് നമുക്ക് ഭയപ്പെടേണ്ടി വരും. മുസ്ലിം ലീഗിന്റെ ഹർജിയിൽ ഒരു പ്രത്യേകത കണ്ടത്, രാജസ്ഥാനിൽ ആത്മഹത്യ നടന്നു, കേരളത്തിൽ ആത്മഹത്യ നടന്നു, ബംഗാളിൽ രക്തസമ്മർദ്ദം ഉയർത്തിയതിനെ കുറിഞ്ഞ് ഒരു BLO മരിച്ചു. അങ്ങനെ 3 രക്തസാക്ഷിത്വങ്ങളാണ് ഇതിൻ്റെ പേരിലുണ്ടായത്. ഇതുകൂടി നിങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരള സംസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിൻ്റെ പണിയിലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ട് ഈ 1 മാസം 30 ദിവസത്തെ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളതും അവർക്ക് ടാർഗറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും പോകുന്ന സ്ഥലങ്ങളിൽ MP ഹാരിസ് ബീരാന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. SIRലൂടെ BLOമാർക്ക് വലിയ എന്താ പറയുക, മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ഉണ്ടാകുന്നു, വലിയ ഓവർ ബേർഡൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് വേഗത്തിൽ കമ്മീഷന്റെ ഇടപെടൽ വേണം എന്നാവശ്യമാണ്. മാത്രമല്ല SIRമായി ബന്ധപ്പെട്ട ഹർജികളുമായി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് ലീഗ്, കോൺഗ്രസ്, ഒപ്പം തന്നെ കേരളം തന്നെ ഇപ്പോൾ ഈ ഹർജിയിൽ പങ്കുചേരുന്നു. അങ്ങനെ SIRനെതിരെ ഒറ്റക്കെട്ടായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കേരളം നീങ്ങുന്നു എന്നുള്ളൊരു സവിശേഷ സാഹചര്യം കൂടി നിലവിലുണ്ട്.